നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിനമൺ റോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണാൻ പോകുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ ഒപ്പം തന്നെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്ലേസും തയ്യാറാക്കുന്നുണ്ട്. ഇതും വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കി നമുക്ക് നോക്കാം. ഞാനിവിടെ 300 ഗ്രാം മൈദയാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. നിങ്ങൾ കപ്പിൽ അളക്കുകയാണെങ്കിൽ 250 മില്ലിയുടെ കപ്പിൽ 2 കപ്പ് അമർത്തി അളന്നെടുക്കുക. അതിൻ്റെ ഒപ്പം 2 ടേബിൾ സ്പൂൺ പൊടിയും കൂടി എടുക്കുക. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെക്കുക. ഇനി ഒരു വലിയ മിക്സിംഗ് ബൗൾ എടുക്കുക. അതിലേക്ക് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കണം. ഇത് 140 ഗ്രാം പാലാണ്, അതായത് 1/2 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ. പാലിൻ്റെ ചൂട് വളരെ കൂടിപ്പോകാനോ തീരെ കുറഞ്ഞു പോകാനോ പാടില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടർ. സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ആണ് ഉപയോഗിക്കാനായിട്ട്, അപ്പോഴാണ് നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ എളുപ്പമാവുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കണം. മാവ് നല്ലപോലെ യോജിച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരു 5-6 മിനിറ്റ് ഈ മാവ് നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നവരെ കുഴച്ചെടുക്കാം. ഈ മാവ് കുറച്ച് ടൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാവിനെ ഒന്ന് ലൂസാക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് വീണ്ടും നല്ല സ്മൂത്തായിട്ട് വരുന്നവരെ കുഴച്ചെടുക്കാം. ഇപ്പോൾ 6 മിനിറ്റ് ഇവിടെ കുഴച്ചിട്ടുണ്ട്. മാവ് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പം മാവ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. നമ്മൾ ഈ മൈദയുടെ മാവൊക്കെ കുഴച്ച ഉടനെ തന്നെ പരത്തിയാൽ അത് കൂടുതൽ നമ്മൾ അങ്ങോട്ട് പരത്തുമ്പോൾ ഇങ്ങോട്ട് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പരന്ന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിൽ ഗ്ലൂട്ടൻ കൂടുതൽ ടൈറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പം മാവിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം നേരം നമുക്കിത് മൂടി വയ്ക്കാം. ഈ സമയം നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കി വയ്ക്കാം. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പഞ്ചസാര എടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് സാധാരണ പഞ്ചസാര വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കണം, അതായത് കറുവപ്പട്ടയുടെ പൊടി. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ച് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഈ മാവ് ഇവിടെ ഒന്ന് റിലാക്സ് ആയിട്ടുണ്ട്. നമുക്കിത് പരത്തിയെടുക്കാം. അതിന് മുമ്പ് ഈ പ്രതലത്തിലേക്ക് അല്പം മൈദ തൂക്കി വയ്ക്കാം. നമ്മൾ പരത്തുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് പരത്തിയെടുക്കാം. നമ്മളൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ, അതായത് ഒരു ദീർഘചതുരാകൃതിയിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. ഒരു 1/4 ഇഞ്ച് കനം വരുന്ന പോലെ ഒരേ കനത്തിൽ തന്നെ പരത്തിയെടുക്കുക. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം എടുക്കാൻ, എങ്കിലാണ് നമുക്കിത് സ്പ്രെഡ് ചെയ്യാനൊക്കെ എളുപ്പമാവുള്ളൂ. ഇതിലേക്ക് ബട്ടർ തേച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഞ്ചസാരയുടെ മിക്സ്, സിനമൺ പൗഡറും പഞ്ചസാരയും കൂടെ കൂടിയിട്ടുള്ളത്, അത് ഇതിലേക്ക് ഒരേ രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഇതേ രീതിയിൽ നീളം കൂടുതലുള്ള സൈഡിൽ നിന്നും ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. നമ്മൾ റോൾ ചെയ്യുമ്പോൾ ഒത്തിരി അങ്ങ് ടൈറ്റായി പോകരുത്, പിന്നെ കൂടുതൽ അങ്ങ് ലൂസ് ആകാനും പാടില്ല. ഈ ഭാഗം ഇതുപോലെ ഒന്ന് സീൽ ചെയ്ത് വയ്ക്കുക.
ഇനി നമുക്കിത് മുറിച്ചെടുക്കണം. അതിനായിട്ട് നിങ്ങൾക്ക് നല്ല ഷാർപ്പായിട്ടുള്ള ഒരു കത്തി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ കട്ടിയുള്ള ഒരു നൂല് ഉപയോഗിച്ചിട്ടാണെങ്കിലും മുറിക്കാം, അല്ലെങ്കിൽ ഡെന്റൽ ഫ്ലോസ് ഉപയോഗിക്കാം ഇത് മുറിക്കാനായിട്ട്. ഇതിന്റെ രണ്ടറ്റവും ഒന്ന് ട്രിം ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതൊരു 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള പീസാക്കിയിട്ട് നമുക്കൊന്ന് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ടിത് ഈ നൂല് ഉപയോഗിച്ച് കട്ട് ചെയ്താൽ മതി. ഇങ്ങനെ മുറിച്ചെടുക്കുന്ന ഓരോ പീസും നന്നായിട്ട് ബട്ടർ തടവി കൊടുത്തിട്ടുള്ള ഒരു ബേക്കിംഗ് ഡിഷിലേക്ക് മാറ്റി വയ്ക്കാം. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ. ഇനി ഇത് പ്രൂഫ് ചെയ്യാനായിട്ട് ഒരു 1 മണിക്കൂറോളം ഇത് മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ വേറൊരു പാത്രത്തിലും റെഡിയാക്കിയിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഇതൊന്നുകൂടി ഒന്ന് പഫി ആയിട്ട് ഇത് പരസ്പരം മുട്ടുന്ന ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇത് നിങ്ങളൊരു ഇലക്ട്രിക് അവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ അവൻ 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. അങ്ങനെ ചൂടാക്കിയിട്ട് അവനിലേക്ക് വെച്ചിട്ട് 150 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 20 മിനിറ്റ് ആണ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് എനിക്ക് വേണ്ടി വരുന്നത്. അത് ബേക്ക് ചെയ്യാനുള്ള സമയം നമ്മൾ ഉപയോഗിക്കുന്ന അവന്റെ പ്രത്യേകത അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവാം. ഇനി ഇതുപോലെ ഒരു ഇലക്ട്രിക് അവൻ ഇല്ലാതെ നമുക്ക് സ്റ്റൗ ടോപ്പിലും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ബണ്ണോ ബ്രെഡോ ഒക്കെ സ്റ്റൗ ടോപ്പ് ബേക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നല്ല ചൂടോട്ടുള്ള പാത്രം അതിനായിട്ട് സെലക്ട് ചെയ്യുക. പിന്നെ അത് നന്നായിട്ട് പ്രീഹീറ്റ് ചെയ്യുക. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇലക്ട്രിക് അവനിൽ ബേക്ക് ചെയ്യുന്ന അതേ സമയം തന്നെ മതിയാകും സ്റ്റൗ ടോപ്പിലും ബേക്ക് ചെയ്യുക. പിന്നെ അതിൻ്റെ ടോപ്പിലൊക്കെ നല്ലൊരു കളറും ഉണ്ടാവും. ഇത് അവനിൽ ബേക്ക് ചെയ്തത് പുറത്തെടുത്തിട്ടുണ്ട്. സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തത്. ഇത് പ്രീഹീറ്റ് ചെയ്ത ശേഷം മീഡിയം ഹൈ ഫ്ലെയിമിൽ 20 മിനിറ്റാണ് ബേക്ക് ചെയ്തത്. ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി ഒന്ന് കൂട്ടാനും ഇതിനൊരു ക്ലാസിക് ടച്ച് കൊടുക്കാനും നമ്മളൊരു ക്രീം ചീസ് ഗ്ലേസ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചെറിയ ബൗളിലേക്ക് കുറച്ച് ക്രീം ചീസ് എടുക്കാം. ഞാനിവിടെ ഒരു 60 ഗ്രാം ക്രീം ചീസാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടർ, സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അല്പം വാനില എസൻസ് ചേർക്കണം. ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു അല്പം പാല് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടൊരു ഗ്ലേസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ ഈ സിനമൺ റോൾസ് ഇവിടെ ഒരു 10 മിനിറ്റ് ചൂടാറിയിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് നമുക്ക് ഈ ഗ്ലേസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിനമൺ റോൾസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.